ഞങ്ങളിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തറയില കേട്ടോ. ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു പാലസ് ഉണ്ട്, ഹിൽ പാലസ്. നമ്മുടെ മണിച്ചിത്രത്താഴ് പോലുള്ള കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണിത്. അപ്പോൾ എൻ്റെ ഒപ്പം ജിയോയും ഉണ്ട്. നിങ്ങൾ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അറിയാം. അപ്പോൾ ഞങ്ങളിന്ന് ഹിൽ പാലസ് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. പുരാവസ്തു മ്യൂസിയമാണ് ഹിൽ പാലസ് ഇപ്പം. അപ്പം മെയിൻ എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട് കേട്ടോ, ലെഫ്റ്റിൽ. പാർക്കിംഗ് ഉണ്ട് ഉള്ളിൽ. നമുക്കിവിടെ ഇതാണ് പാർക്കിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങൾ വരുന്നത്. ടിക്കറ്റ് വരുന്നത് അഡൽറ്റിന് 50 രൂപ വെച്ച് തരും. പിന്നെ ഫോണിൽ ഫോട്ടോയോ വീഡിയോ എടുക്കണമെങ്കിൽ 10 രൂപ എക്സ്ട്രാ ഉണ്ട്. ഡിജിറ്റൽ ക്യാമറ ആണ് 250 രൂപ കൂടെ വരും. മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടുന്ന് കയറി കഴിയുമ്പോഴത്തേക്കും ഹിൽ പാലസ് ഒരു ചെറിയൊരു മല പോലെ ഉണ്ട്, അതിൻ്റെ മേലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് പാർക്കിങ്ങും പിന്നെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മേലേക്കാണ് കേട്ടോ പാലസ് വരുന്നത്. അവിടെ മേലെ കുറേ ഇതിങ്ങനെ തട്ടായിട്ടാണ് വരുന്നത് സെക്ഷൻസ്. മേലെയും കുറച്ച് പാർക്കിങ്സ് ഉണ്ട്. ഇവിടെ ചെറിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാവ്, ഫുള്ള് സ്റ്റെപ്പ്, അടിപൊളി. എന്തോ ഒരു സംഭവമുണ്ട്. എടാ കുളം, എൻ്റെ മോനെ സെറ്റ്, പൊളി സ്ഥലം. നോക്കിയേ ഭാഗത്തെ വഴികൾ നോക്കിയേ, എന്ത് രസമാണ് കാണാൻ. ഫുള്ള് നല്ല വമ്പൻ മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാട്ടോ. ഞാനാണ് എറണാകുളം വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തിന് വേലയായി. ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ, എപ്പോഴാണ് നടക്കുന്നത്. ശരി, ഇതിലിങ്ങനെ വഴി വളഞ്ഞ് കിടക്കും കേട്ടോ. മ്യൂസിയം ഉണ്ട് കേട്ടോ. മെയിൻ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത്. ഇതിനുള്ളിൽ കൂടെ നമുക്ക് കയറി പോകാൻ തോന്നും. ഈ സൈഡിലേക്കും ഇങ്ങനെ കുറേ ബിൽഡിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും വരുന്നുണ്ട്. ഇതൊക്കെ എന്ത് രസം അത്. നമുക്ക് വേറെ ബോൾഗാട്ടി പാലസ് ഉണ്ട്. അതും ഏകദേശം ഇതേ ലുക്കാട്ടോ വരുന്നത്. ഇതേപോലെ തന്നെ വുഡൻ്റെ ജനാലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതേപോലെ തന്നെ ഏകദേശം ബോൾഗാട്ടി പാലസും കാണാൻ വരുന്നത്. നമുക്ക് ചെരുപ്പ് ഇവിടെ ഇടാനുള്ളൊരു സെപ്പറേറ്റ് സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കൊണ്ട് ചെരുപ്പ് ഇട്ടിട്ട് വേണം ഉള്ളിൽ കൂടെ മൊത്തം കയറണമെങ്കിൽ. കുറേ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ മെയിൻ്റെനൻസ് അത്ര പ്രോപ്പർ അല്ല. കുറേയൊക്കെ കാടൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. പിന്നെ ചെരുപ്പ് വെക്കാൻ ഇങ്ങനെ ഒരു കബോർഡുണ്ട്. ഇതിൻ്റെ പ്രാവും കൂടെ കേട്ടോ. സാധനങ്ങളുണ്ട്, പ്രാവുണ്ട് അതിൻ്റെ അകത്ത്. എത്ര വർഷം പഴക്കമുള്ള ജനലായിരിക്കും. ഇതൊക്കെ കുറേയൊക്കെ ചെതലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്തോ സാധനം മനസ്സിലാവുന്നില്ലല്ലോ. മേലെ ചെറിയൊരു വിൻഡോ ഒക്കെ ആയിട്ട് ഇവിടെ ടിക്കറ്റ് കാണിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. മരത്തിൻ്റെ സ്റ്റെയർ കേട്ടോ വരുന്നത്, നല്ല ക്വാളിറ്റി. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ എംബ്ലം അല്ല കേട്ടോ, ഇത് ഇവരുടെ പാലസിൻ്റെ എംബ്ലമാണ്. ചെയർസും കാര്യങ്ങളൊക്കെ ഇതായിരിക്കും മിക്കവാറും രാജാവിൻ്റെ ചെയർ. ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും. സിംഹമുണ്ട്. ചെയറിൻ്റെ ടോപ്പിൽ അവരുടെ എംബ്ലം ആട്ടോ വരുന്നത്. രാജസിംഹാസനത്തിൻ്റെ പ്രത്യേകതകളാണ് ഇതിലുള്ളത്. ഇവിടെ ഒരു ചെറിയ മെഷീനുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതുണ്ട് ഓരോ ഡീറ്റെയിൽസുകൾ ഉണ്ട്. ഓരോ ചെയറുകളില്ലേ നമ്മൾ ഉള്ളിൽ കണ്ടേ, അതിൻ്റെ ഓരോരോ പ്രത്യേകതകളത്. ഇത് വുഡൻ ചെയറല്ലേ. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റാട്ടോ ഈ കാണുന്നത്. 1914 ഉണ്ടാക്കിയ സാധനം. ശരിയാ, വുഡിൻ്റെ ഫ്ലോറാണ് വരുന്നത്. പിന്നെ സാധാരണ നമ്മുടെ ഗ്രില്ല് വരുന്നത്. എന്തൊക്കെ കണ്ടുപിടുത്ത അന്നത്തെ. വഴികൾ നോക്കിയേ, എത്ര വർഷം പഴക്കമുള്ള ടൈലുകൾ. നല്ല രസം, ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നു. ഇതൊരു വരാന്ത കേട്ടോ. പണ്ട് കാലത്ത് കൊച്ചി പല പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ആ പേരുകളാണ് ഈ കാണുന്നത്. ഫുള്ള് തടിയിൽ തീർത്താട്ടോ. കൊമ്പ് മാത്രം ഒറിജിനൽ ആനൽ കൊമ്പാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ചങ്ങല അടക്കം തടിയാട്ടോ. നമ്മളിപ്പം ഇത് പാലസിനുള്ളിലാണ്. പുറത്ത് നല്ല മഴ കേട്ടോ. കണ്ടോ, പണ്ട് കാലത്തെ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ നോക്കിയേ. ഈ ഫോട്ടോയ്ക്ക് ഏത് നൂറ്റാണ്ടിലെടുത്തായിരിക്കും. നമ്മൾ മണിച്ചിത്രത്തിൻ്റെ താഴിനകത്തെ വെള്ളം എന്നൊക്കെ പറഞ്ഞ് ഓടുന്നില്ലേ, അത് ഈ ഒരു ഭാഗം കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഒരു ബ്ലോക്കിൽ നമ്മൾ ഇറങ്ങും കേട്ടോ. ഫുള്ള് വുഡാണ്. വുഡ് കൊണ്ടിട്ട് ഫ്ലോറും സൈഡും എല്ലാം വുഡും കൊണ്ട് ചെയ്തേക്കുന്നത്. അതായത് ഇതിൻ്റെ മേലെ കൂടെ ആയിട്ട് നമ്മൾ കിടന്ന് അത് ഫുള്ള് വുഡിൻ്റെ സാധനങ്ങളാണ് വരുന്നത്. മോനെ കുതിരവണ്ടി കിട്ടി മോനെ. പണ്ടത്തെ പല്ലക്ക് കേട്ടോ. മറ്റേ കുറ്റവാളികളെ തൂക്കിയിടും, എന്നിട്ട് അവർ പട്ടിണി കിടന്ന് പക്ഷികളുടെ കൊത്തൊക്കെ കൊണ്ട് ചാവുന്ന സെറ്റപ്പ്. രാജാവിൻ്റെ കിരീടം ഡ്രസ്സ്. ഇവിടുത്തെ ടൈലുകൾ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏത് നൂറ്റാണ്ടിലുണ്ടാക്കിയ സാധനങ്ങളാണ്. ഓരോ റൂമിലും പല കളറുകളാണ് വരുന്നത്. ചെറിയ പീസുകൾ കേട്ടോ. ഇതാട്ടോ ലിഫ്റ്റിൻ്റെ ടെക്നിക്ക് തന്നെ, കല്ല് പോലെ വെയിറ്റ് ഇട്ടിട്ട് പൊക്കുന്നത്. ഇവിടെയാണ് മറ്റേ മണിച്ചിത്രത്താഴിൻ്റെ അകത്ത് കുളം ഷൂട്ട് ചെയ്തത്.
എടാ ഇവിടെയല്ലേ മറ്റേ ഇവൻ സുരേഷ് ഗോപിയും മോഹൻലാലും കൂടെ ഓടി വന്നിട്ട് സംസാരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ. കുളത്തിലേക്കുള്ള വഴിയാണ്, നല്ല രസമുണ്ട്. ഇത് തന്നെ കുളത്തിലേക്കുള്ള വഴി. ഓക്കെ, ഫുള്ള് പഴയതായി കേട്ടോ. കുറേ ആൾക്കാരെ പേരൊക്കെ എഴുതി വെച്ച് അലമ്പാക്കി കളഞ്ഞു. എനിക്ക് വെള്ളം ഫുള്ളായിടാം. ഇതൊക്കെ കുളം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് വെള്ളം കയറി കേട്ടോ. സ്റ്റെപ്പ് വരെ വെള്ളം കയറി. നമ്മൾ വന്നപ്പോൾ കണ്ട കുളമല്ല കേട്ടോ, ഇത് വേറെ കുളം കേട്ടോ. ഇതൊക്കെ ഓടിൻ്റെ അവിടെ വരെ വെള്ളം കയറിയെന്ന്. കുളിക്കടവാണ് ഇങ്ങനെ വരുന്നത്. ചുറ്റും നല്ല ഫോറസ്റ്റ് പോലെ മരങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്കുക. പിന്നെ അതുപോലെ തന്നെ ചുറ്റുമതിലുണ്ട് ഫുള്ള്. നമ്മളിങ്ങോട്ട് വന്നത് മൊത്തം ഇതുപോലെ കയറ്റം കയറിയിട്ടാട്ടോ. ഇനി മീൻസ് ഇറക്കി ഇറങ്ങേണ്ടി, ഇനി തിരിച്ച് ഇതേപടിയാണ് കയറേണ്ടി വരും. അത്യാവശ്യം നല്ല ദൂരമുണ്ട് മേലെ കൊട്ടാരത്തിൽ നിന്ന് താഴോട്ട് വരാൻ വേണ്ടിയിട്ട്. കുളത്തിൻ്റെ അവിടെ നിന്ന് മേലേക്ക് കയറുമ്പോഴത്തേക്കും ലെഫ്റ്റിൽ ഇതുപോലെ ഒരു അടിപൊളി ഫോറസ്റ്റ് പോലെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഊഞ്ഞാലൊക്കെ ആയിട്ട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ മാനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട്. പുള്ളിമാന ഇത് കുറേ എണ്ണം നമ്മുടെ സൈഡിൽ കൂടെ വന്നിപ്പുണ്ട്, ഇണങ്ങിയതാ. അങ്ങനത്തെ നോക്കി അവിടെ ഒരു കൂട്ടം സാധനങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ. ആ ഷെഡിനുള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. മാന്, പുള്ളിമാന്, ഫുള്ള് പുള്ളിമാനാണ്. പിന്നെ കേഴയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കൊരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് അടിപൊളി. ഫുള്ള് തണലാണ്. മഴയും കൂടെ ഇപ്പോൾ പെയ്ത് ഇങ്ങനെ തൂളി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഇവിടെ ഗാർഡനും കാര്യങ്ങളും ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ കേട്ടോ. ഇവിടെ അവിടെ ഉണ്ടോ ജുറാസിക് വേൾഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊച്ചി ടൗണിൽ ഇതുപോലെ ഒരു പച്ചപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതെ, ഇത് മെയിൻ സിറ്റി ഏരിയ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു ഏരിയ ഉണ്ട് ഇവർക്ക്. ഈ സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. എന്നാലും സംഭവം കൊള്ളാം. ഫോറസ്റ്റിന് നടുക്ക് ആക്കിയതായിരിക്കും. ഈ മതിലിന് വരെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ ഇരിക്കാനുള്ള, കോൺക്രീറ്റ് കൊണ്ടിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ഫ്രണ്ടിലെത്തി കേട്ടോ. ഇതാണ് ഫ്രണ്ട്, പ്രോപ്പറായിട്ട് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. ഇവിടെ ഈ ഭാഗത്താണ് മറ്റേ സിനിമയെല്ലാം ഷൂട്ട് ചെയ്തത്. ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാം, സിനിമേൻ്റെ ഭാഗങ്ങൾ. ഞങ്ങളാണ് അവിടെ ഒരു ചേച്ചിനോട് ചോദിച്ചപ്പോൾ ഇവിടെ മുല്ലപ്പന്തലുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന കേട്ടോ. എനിക്ക് തോന്നണത് ഗാർഡൻ ആയിരിക്കും ഇത്. പിന്നെ നടുക്കൊരു പ്രതിമയായിട്ട്. ശരിയാ, ഫുള്ള് മുല്ല കൊണ്ടുള്ള പന്തലാട്ടോ. അതിലിപ്പോൾ നശിച്ചു പോയി. ഇപ്പോൾ ഇതിൽ ചെറിയ ചെടികളൊക്കെ ഉണ്ട്. ഈ ഇതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം കുറേ ഇങ്ങനെ നടവഴികളുണ്ട് കേട്ടോ. സ്റ്റെപ്പായിട്ട് വണ്ടികൾ പോകാൻ ഇങ്ങനെ കർവായിട്ട് റോഡും പിന്നെ നടുക്കൂടെ ഒറ്റ സ്റ്റെപ്പുകളും ഉണ്ട്. അതല്ലാതെ സൈഡിൽ കൂടെ വേറെ സ്റ്റെപ്പുകളുണ്ട്. നല്ല ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മെയിൻ്റെനൻസ് ഒക്കെ കുറവായതുകൊണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ കാട് പിടിച്ച് പോയി. അത് ഈ മുല്ലച്ചെടികൾ, അത് നമ്മളെ കണ്ട തൂണിൻ്റെ മേലെ കൂടെ എല്ലാം ഫുള്ള് മുല്ല പടർത്തി വിട്ടിട്ട് അതിനടിയിൽ ഇരിക്കാനുള്ള സെറ്റപ്പും ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ടത്. അത് ഫുള്ളിപ്പോൾ നശിച്ചു. ചെറിയ ഇത് കുറ്റിച്ചെടികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ. പിന്നെ അത് മെയിനായിട്ടിപ്പോൾ കപ്പിൾസിൻ്റെ ഒരു ഏരിയയാണ്. അതുകൊണ്ട് നമ്മളിങ്ങോട്ട് പോകുന്നു. പോകുന്ന ഈ വഴിയൊക്കെ അടിപൊളിയാട്ടോ. ഫുൾ ആ ചെടിയൊക്കെ നോക്കി എന്ത് രസമാണ്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ആംബിയൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ ഏരിയാസ് ഉണ്ട് ഇതുവരെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ. നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ കണ്ട കുളിക്കടവ് കേട്ടോ. തെറ്റിദ്ധരിക്കരുത് കുളിക്കടവ് എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, എനിക്കൊരു ഡൗട്ട്. ഇത് എന്തായാലും ഇവർ മരം കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ വെള്ളത്തിലിങ്ങനെ കിടക്കുമ്പോൾ അതെന്തായാലും നശിച്ചു പോകില്ലേ? മഴയൊക്കെ പെയ്തുകൊണ്ടാണ് ഇത്രയും വെള്ളം വരുന്നത്, അല്ലെങ്കിൽ ഇത്രയൊന്നും വെള്ളം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പച്ചപ്പും കാണുന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ വന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. അത് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും.